എത്ര തീരുമാനം എടുത്താലും ഞാൻ ഇപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിന് നിർത്തി, അതല്ലാതെ മറ്റേത് എന്തായാലും നമുക്ക് നിർത്താൻ കഴിയില്ല. നമ്മൾ ചെയ്യൂല എന്നുള്ള കാര്യം എന്തായാലും നിർത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ്. പക്ഷെ അത് ഗുണത്തിലേറെ ദോഷമാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നാസി, ആക്ച്വലി നാസി എന്ന് പറയുന്ന ഒരാൾ നാഷണൽ ലെവലിലേക്ക് ഫുട്ബോളിന് വേണ്ടിയിട്ട് കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നൈസായിട്ട് കാലിന് ലിഗ്മെൻറ്റിൻ്റെ ചെറിയൊരു പണി കിട്ടിയിട്ട് നൈസായിട്ട് എന്ത് ചെയ്തു, അതിന് ഡ്രോബാക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു. പക്ഷെ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കരഞ്ഞും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീട്ടിൻ്റെ മുമ്പിലിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾക്ക് അറിയണ കുറേ പേർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ, ഇയാളുടെ ഒരു വീഡിയോ. ഓക്കെ, സോ ദിസ് ഈസ് നാസി. ഇനി നമുക്ക് ചോദിക്കാം, ഇങ്ങനെ ട്രാവൽ ചെയ്ത സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്ത് ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുറേ ആളുകളുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണല്ലോ നോർമലി നമ്മളോട് പറയാറുള്ളത്. സോ നാസി പറയൂ, വാട്ട് ഈസ് യുവർ ലൈഫ്? എന്താണ് താങ്കളുടെ ജീവിതം? എന്താണ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വെറും ഒരു ഫുട്ബോൾ എന്നുള്ള ലെവലിൽ മാത്രം ശരിക്കും ഒരു ടൈമിൽ നടന്നിരുന്നു. പക്ഷെ ഒരു ടൈം എത്തിയ സമയത്ത് നമുക്കൊരു ഇഞ്ചുറി കാര്യങ്ങൾ വന്നു, നമുക്ക് അതിൽ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സ്കിപ്പ് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറയുക, ടോട്ടലി കോംപ്ലിക്കേറ്റഡ് ആയി. മുന്നോട്ട് എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കൗൺസിലിൽ ആണ് ഫുള്ള് പോകുന്നത്. 8ാം ക്ലാസ് മുതൽ +2 അങ്ങനെ എല്ലാതും. പിന്നെ കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു EMA കോളേജിൽ നിന്ന് ആദ്യം. പിന്നെ ഞാൻ MES കോളേജിലേക്ക് മാറി. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ചറി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സോ അവിടുന്ന് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ഒരു പാഷനിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രൊഫഷനിലേക്ക് വന്നു. ഈ ഫിനാൻഷ്യൽ അഡ്വൈസിങ് കാര്യങ്ങളൊക്കെ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി പഠിക്കുക, ഗോൾഡ്, ലാൻഡ്, അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിനെ പറ്റി പഠിക്കുക. പക്ഷെ അപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാഷൻ ഉള്ളിൽ നിന്ന് പോകുന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ, അന്ന് അവസരങ്ങളും നമുക്ക് കുറവായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അറിയാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പോയിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ട്രയൽസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അധ്യാപകരായിട്ട് കണക്ഷൻ ഉണ്ട്, നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലും പുറത്തുള്ള സ്റ്റേറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരുള്ള ആ ട്രയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് വീഡിയോ ആയിട്ട് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒരു വളരട്ടെ. കാരണം പോലെ അവസരങ്ങൾ അറിയണം. നമ്മളെ പാടത്ത് നമ്മൾ എത്ര കളിച്ചാണെന്നൊരു കാര്യമല്ല, വലിയ വേദികൾ കിട്ടണം, വലിയ അവസരങ്ങൾ കിട്ടണം. സോ അതാണിപ്പം അതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് കാണുന്നുണ്ട്. കാരണം ഓരോരുത്തർ നമ്മളെ ട്രയൽസ് കണ്ട് അവിടെ പോയിട്ട് അത് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സെലക്ഷൻ കിട്ടിയ പോലെയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ട്രയൽസിന് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മറ്റുള്ളവർക്ക് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്വയം ഡ്രീമിനെ ഹാപ്പി അതെ, 100% അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്താ പറയുക, ഫുട്ബോളിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു. മുന്നോട്ട് ഫ്യൂച്ചറിൽ എന്താണ് ഫുട്ബോൾ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്തി അതിൽ കുറേ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. എന്താണ് ഇതിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ചുറ്റിനും കുറേ ആൾക്കാരുണ്ടാവില്ല, എനിക്ക് എന്തിൻ്റെ തേങ്ങയുണ്ട് അതൊക്കെ ചെയ്തിട്ട് കിട്ടുന്നത്, എനിക്ക് എന്താ അതിൽ കിട്ടുന്നത് എന്ന് ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് ചോദിക്കുന്ന സമയത്ത് മീൻസ് എന്താ പറയുക, നിങ്ങളുടെ ഇത് ബാക്കിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ തേങ്ങ നിർത്ത്, ഞാൻ എന്തിനതൊക്കെ നോക്കണത്, ഞാനെന്ത് ചെയ്തിട്ട് എന്താ എനിക്ക് കിട്ടുന്നത്. കാരണം ഇത് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും പരിപാടികളൊന്നും ഇല്ലല്ലോ. നമ്മുടെ പാഷന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സാധനം മാത്രമാണ്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ സീരിയസ്ലി നിങ്ങളെ ഇൻറ്റൻഷനലി ഒരു സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ ഉള്ളിൽ. അത് കറക്റ്റായിട്ട് ഞാൻ പറയാം. സിമ്പിൾ ചോദ്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സാധനം ചെയ്യുന്ന സമയത്ത് ലൈഫിൽ നല്ലൊരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഒരു നല്ല ചിലപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുള്ള ഒരാൾ നിങ്ങളെ ഒരു ചെറിയൊരു സാധനം നമ്മൾ ചെറിയൊരു തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ലൈഫിൽ തന്നെ വലിയൊരു സാധനം മാറ്റം വരും എന്ന് പറയുന്ന തിയറികളൊക്കെ ഉള്ള നാടാണ് നമ്മളത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ചെറിയൊരു തിരിവിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോ? ഞാൻ ആ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. അതായത് ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് പറയും എന്നുള്ളത് ഐ ഡോണ്ട് കെയർ ആണ്, എനിക്കതൊരു മാറ്റർ അല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്താണെന്നറിയോ, എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബ്രാൻഡായിട്ട് വാങ്ങുക. പക്ഷെ എൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉള്ളിലിടുന്ന ഇന്നർ വെയേഴ്സാണ് നല്ലതായിട്ട് വാങ്ങുക. കാരണം ഞാൻ എൻ്റെ കംഫർട്ടാണ് നോക്കുന്ന ആൾക്കാരെ കംഫർട്ടല്ല. എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. അത് ഈ കാര്യത്തിൽ നിന്നല്ല, ഏത് കാര്യത്തിലായാലും. കാരണം എനിക്ക് എൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്.
അതല്ലാതെ ഞാൻ ആൾക്കാരെങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്കൊരു കാര്യമല്ല. കാരണം ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു സംഗതി ഉണ്ട്, എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. അതായത് ഇപ്പോൾ ഞാൻ മരിച്ചു, ഓക്കെ, എൻ്റെ ചുറ്റുമുള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാർ കുറച്ചൊരു സങ്കടവും കാര്യങ്ങളല്ല, നല്ല സങ്കടം തന്നെ ഉണ്ടാവും. പക്ഷെ അവരല്ല എന്നെ ഈ കുറ്റം പറയുന്നത്, അതിൻ്റെ അപ്പുറത്തുള്ള സർക്കിളാണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സർക്കിള് എൻ്റെ ലൈഫ് തീർന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും ഒരു ഫുഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഉപ്പ് കുറവില്ലേ ചോറിൽ, അത്രേ ഉള്ളൂ. സോ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കളയണം, അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തിട്ട് ആരെങ്കിലും സന്തോഷം കണ്ടുകണമെന്ന്. സന്തോഷത്തിൻ്റെ മേരെ നമ്മൾ സങ്കടമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം ഈ വന്ന വഴി മറക്കുക എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ട്രയൽസിൻ്റെ വീഡിയോ ചെയ്തു എന്ന് കരുതിയിട്ടോ ഒരാൾക്ക് ബ്രോ ഈ ഇങ്ങനെ പോകണം, ഈ കാറ്റഗറി പോകണം. ഇവിടെ അല്ല ഫുട്ബോളേഴ്സിൻ്റെ വിചാരം എന്താ അറിയോ, ഒരു നാഷണൽ കളിക്കുക, ഒരു സ്റ്റേറ്റ് കളിക്കുക, ഇത് മാത്രമാണ് ഒരു ടാർഗറ്റ് എന്നാ. ടാർഗറ്റ് വെച്ചോട്ടെ. പക്ഷേ നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ച് അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഈ 150 കോടി ആൾക്കാരിൽ നിന്ന് ആ ഒരു 28 അംഗം ഇല്ലെങ്കിൽ 27 അംഗത്തിലൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും കോമ്പറ്റീഷനാണ്, മനസ്സിലായോ? പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം എന്താ അറിയോ, നിങ്ങളെ പഠനവും അതേപോലെ തന്നെ നിങ്ങളെ ഗെയിമും ഉണ്ടല്ലോ, അത് ഒരുമിച്ച് കൊണ്ടുപോകണം. അത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എനിക്ക് സയൻസ് ഇഷ്ടപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക, മാത്സ് ഒക്കെ ഇഷ്ടപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക, ഫിസിക്സ് ഇഷ്ടപ്പെട്ട ആളാണ്. എനിക്ക് കളിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അറിയോ, ആ കളിൻ്റെ കൂടെ നമ്മൾ എൻജിനീയറിംഗ് ഒക്കെ എടുക്കണം, ബിടെക്കൊക്കെ. എന്നിട്ട് ഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. 8 ലക്ഷം റുപ്യ 9 ലക്ഷം റുപ്യ സാലറിയിലല്ല. ചിലപ്പോൾ എനിക്കൊരു ഡോക്ടർ ആവാനാണെങ്കിൽ അത് ആർമിയിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഏതിൻ്റെ ആർമി ഫുട്ബോൾ ടീമിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട്, ഓലൊക്കെ സാലറി എത്ര, ഓലൊക്കെ ഡയറക്റ്റ് ചെല്ലണത് തന്നെ അത്രയും വലിയ പോസ്റ്റിലാണ്. അതായത് നമ്മളെ പാഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനിൽ നമുക്ക് സ്റ്റഡീസ് എടുക്കാൻ പറ്റും. അതെ, അങ്ങനെ ആകുമ്പോൾ നമ്മളെ പ്ലാൻ എ, നമ്മൾ ഒരു നാഷണൽ കളിക്കണം എന്നില്ല, ആ ഒരു പ്ലാൻ എ പൊളിഞ്ഞാൽ പോലും ആ പ്ലാൻ ബിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകും. അപ്പോഴും നമ്മൾ ഫുട്ബോളിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണല്ലോ. അതെ, അതാണ് ഇപ്പം ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ പറയുക, ആ ഒരു ഫുട്ബോളിൻ്റെ ടച്ചും കാര്യങ്ങളും ഇങ്ങനെ വിടാതാക്കാൻ വേണ്ടിയിട്ടാണ്, ആ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിടാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന കാര്യം. ഞാൻ ഈ സങ്കടപ്പെടുത്തുന്ന കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റീലിൽ കാണുന്ന പോലെ ഒന്നല്ല സൊസൈറ്റി. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു 28 വയസ്സിൽ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഒരു 19 വയസ്സിലൊരു പെൺകുട്ടീനാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, കല്യാണം കഴിച്ചിട്ട് ആ കുട്ടി നല്ല ഫുട്ബോൾ പ്ലെയറാണ്, അതും മലപ്പുറത്താണ്, മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം ആ കുട്ടിക്ക് അത്യാവശ്യം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ആ കുട്ടി പ്രാക്ടീസ് തുടരുന്നുണ്ട്, ട്രയൽസ് ഉണ്ടാകുമ്പോൾ അതിന് പോകുന്നുണ്ട്, അതൊരു പാഷനായിട്ട് എടുത്ത ആളാണ്. അപ്പോൾ ഇപ്പോഴത്തെ എന്നോട് ഇല്ല ഞാൻ ട്രയൽസൊക്കെ നിർത്തി, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ നമ്പർ താട്ട്, ഞാൻ വിളിച്ചു പറയാമെന്ന്. അപ്പോൾ എന്നോട് അപ്പം തന്നെ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഞാൻ വേറൊരാൾ ത്രൂ നമ്പർ വാങ്ങിയിട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ട്രയൽസിന് വിടാത്തത്. നല്ല ഭാവിയുള്ള കുട്ടിയാണ്, ഒരു ഒറ്റ തവണയും കൂടി നാഷണൽ കളിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷൻ കളിച്ചു കഴിഞ്ഞാൽ ഒരു ജോബ് ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞിട്ടാവും കിട്ടുക നിയമങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ ആൾ പഠിക്കുന്നതുമാണ്, ഒരുപാട് സർട്ടിഫിക്കറ്റും ഉണ്ട്, മിസ് ചെയ്യരുത്. അപ്പോൾ ആളിനോട് പറഞ്ഞു തരും അവൾക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല, വീട്ടിൽ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കണം, ഇന്നോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല. ഓക്കെ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ആൾ പറയുന്നത്, ഡോക്ടറാണല്ലോ. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവളെ ഉമ്മാനെ കാണുന്ന പോലെയല്ല എൻ്റെ ഉമ്മാനെ കാണുന്നത്. അവളെ ഉമ്മാനോട് വേറൊരു സ്നേഹവും എൻ്റെ ഉമ്മാനോട് വേറൊരു സ്നേഹവും. അപ്പോൾ അയാൾ ഡോക്ടറാണ്, ഞാനോ ഒന്നുമല്ല. അപ്പോൾ നമ്മളങ്ങോട്ട് പറയണതിന് പരിധിയുണ്ട്. പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം മെച്യൂരിറ്റിൻ്റെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് 28 വയസ്സായി, അവൾക്ക് 19 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ 19 വയസ്സിൽ എന്താണോ ചിന്തിച്ചത്, എന്താണോ ചെയ്തത്, അതിൻ്റെ ആ അവറേജ് ലെവലല്ല ഇപ്പോഴും അവൾ ആ 19 വയസ്സിലുണ്ടാവുള്ളൂ. നിങ്ങൾ 28 വയസ്സിൽ നിന്നിട്ട് 18 വയസ്സിൻ്റെ ആളോട് എൻ്റെ മെച്യൂരിറ്റി കാണിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പിടിവാശം ഉണ്ടെങ്കിൽ നിങ്ങളെ ഏജിനും ഇല്ലെങ്കിൽ ഒരു 24-25 ലെവലിലെ പെൺകുട്ടി നിങ്ങൾ കെട്ടേണ്ടിയിരുന്നു. ഒന്നാമത്തെ ആളവിടുന്ന് റീപ്ലേ ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം കറക്റ്റാണ്, പറഞ്ഞ കാര്യം വേറെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങളെന്താ പറഞ്ഞത്, നിങ്ങളെ ഉമ്മാനെ പോലെ ഓളമ്മാനെ പോലെ നിങ്ങളെ അമ്മാനെയും കാണണം, അതാണല്ലോ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യം തരും, എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് പെണ്ണുങ്ങളും ഉണ്ട്. ഓക്കെ, എൻ്റെ പെങ്ങള് എൻ്റെ ഉമ്മാനോട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഓൾക്ക് ആവശ്യമുള്ള സമയത്തോളം എണീക്കുള്ളൂ, ഓളെ ആവശ്യമുള്ള സമയത്താണ് ഓള് പറഞ്ഞതൊന്നും കേൾക്കൂല, ഓൾ എൻ്റെ ഉമ്മാനോട് ചൂടാവുകയൊക്കെ ചെയ്യും. ആര്? എൻ്റെ പെങ്ങളെ കാര്യമാണ്, എൻ്റെ ഉമ്മാനോട് ചൂടാവുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ഉമ്മാനെ കാണുന്ന പോലെ കാണണം എന്നുണ്ടെങ്കിൽ ഓൾ നിങ്ങളെ ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് എണീറ്റാൽ എങ്ങനെ ഉണ്ടാവും വീട്ടിൽ?
അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരിക്കലും കഴിയാത്ത കാര്യമാണ് അല്ലേ? പക്ഷെ എന്താണ് ആണുങ്ങൾ വാശി പിടിക്കുക എന്താണ്, എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഓളമ്മാനെ കാണുന്നത് ആ സിസ്റ്റം സെയിം ആവണമെന്ന്. അതൊരിക്കലും പോസിബിൾ അല്ല. പക്ഷെ ഞാൻ അതെ, അതിൽ ഒരു തർക്കമില്ല. കാരണം ആലോചിച്ച് നോക്കി, അവരെ വീട്ടിൽ അവർ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവർ എണീക്കുക, ഫുള്ള് ഉറക്കലായിരിക്കും. ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ഇതിലെ ആര് ഗൈഡ് ചെയ്യുമ്പോഴും എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ആ ചോദിച്ച കാര്യം എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നതും എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു പീരീഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇനി ലൈസൻസ് എടുക്കാൻ പോവാണ്, ഫുട്ബോൾ ഡി ലൈസൻസ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മുന്നേ ഞാൻ സൈക്കോളജി കോഴ്സ് തന്നെ ചെയ്തിരുന്നത്, അതിൻ്റെ മുന്നേ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തന്നെ ചെയ്തിരുന്നത്, അതിൻ്റെ മുന്നേ ഞാൻ ഡിഗ്രി കാര്യങ്ങൾ അങ്ങനെ പോവാണ്. അതായത് മരിക്കണ വരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഇതാക്കണം എന്ന്, അത് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ളതുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നുണ്ട് അവരെന്നോട് എടാ ഇന്ന ഫീൽഡിൽ ഒരു നമ്പർ കിട്ടുമോ, ഇൻ്റെ അടുത്ത് കൊടുക്കാണ്ടാവും. അപ്പോൾ അത് ഒരുപാടാണ് സമയത്ത് ഏത് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് ഉണ്ടാവും. അതെ, കോണ്ടാക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു അസറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്ത് സംഗതി ആയിക്കോട്ടെ, നമ്മൾ സൈക്കിൾ വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, ഒരുപാട് സംഗതികൾ വാങ്ങുന്നു. പക്ഷേ ഒരു സേവിങ്സിൻ്റെ ഒരു കപ്പാസിറ്റി, ഒരു അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയും പാടെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സൂപ്പറായി. കാരണം നമ്മളൊരു 30 വയസ്സിൽ റിട്ടയർഡ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയും പറ്റൂല എന്ന്. പക്ഷെ പറ്റും. 30 വയസ്സിൽ സിമ്പിളായിട്ട് ജോലി ചെയ്തിട്ട് റിട്ടയർഡ് ആവാം. കാരണം ഒരു 10 അല്ലെങ്കിൽ വേണ്ട ഒരു 5-10 വർഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്ന ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. വളരുന്ന അസറ്റിൽ ചെയ്യണം. കാരണം ഇപ്പോൾ പുറത്തുള്ള പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബാങ്കിൽ പൈസ സേവ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് 1,00,000 റുപ്യേൻ്റെ ഫർണിച്ചർ നമ്മൾ വാങ്ങുകയാണ്. ഓക്കെ, ആ ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് 1,00,000 റുപ്യാണല്ലോ. ഒരു വർഷം കഴിയുന്ന സമയത്ത് അതേ ഫർണിച്ചർ നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ആ ഫർണിച്ചർ 1,00,000 നമുക്ക് കിട്ടൂല, 1,05,000, 1,06,000 ഒക്കെ ആവും. അതിനർത്ഥം എന്താ, നമ്മളെ പൈസ തളർന്നിക്കാണ്, പുറത്തുള്ള സാധനങ്ങൾ വളർന്നിക്കാണ്. അപ്പോൾ നമ്മളെ പൈസ താഴോട്ടാണ് പോകുന്നത്. ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നല്ല ഒരു മേടിക്കരുത്. അപ്പം ചോദിക്കും എല്ലാവരും എന്നാൽ ഏതാ വാങ്ങാൻ പറ്റിയ അസറ്റ് എന്ന്. നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്ന സാധനം ഒന്നല്ലെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ ഗോൾഡ്. ഒന്നല്ലെങ്കിൽ ലാൻഡ്, ഒന്നല്ലെങ്കിൽ ഗോൾഡ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊന്നല്ല ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ നമ്മൾ കാണേണ്ടത്. ഓഫ് കോഴ്സ് നല്ലതാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗോൾഡാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കാം. ഗോൾഡ് ഓക്കെ നമ്മൾ എടുത്തു വെച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാണ്. 2015 ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27,000 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്. 27,000 രൂപ. ആ 27,000 രൂപ ഇന്ന് 2025 ആകുമ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒരു 73,000 രൂപയായി എന്ന് വിചാരിക്കാം. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ എത്രയായത്, ഒരു 3 ഇരട്ടി അല്ലേ? 3 ഇരട്ടി മീൻസ് 3x ആണ് നമുക്ക് ആ ഗോൾഡിൽ നമുക്ക് റിട്ടേൺസ് കിട്ടി. പക്ഷേ ഞാൻ പറയണത്, ഞാൻ ഏറ്റവും റെഫർ ചെയ്യുന്ന മീൻസ് ഏറ്റവും ഞാൻ ലോജിക്കലി എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് ബിറ്റ് കോയിനാണ്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പേടിയായിരിക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരിൽ ഒരുപാട് സ്കാമുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ ബിറ്റ് കോയിൻ്റെ പ്രത്യേകത എന്താ അറിയോ, അന്ന് 27,000 രൂപയുള്ളൂ 2015 ഒരു ബിറ്റ് കോയിൻ്റെ റേറ്റ്. ഇന്നൊരു ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യുന്നത് 95 ലക്ഷത്തിലാണ്. 95 ലക്ഷം, അതായത് എത്ര ഇരട്ടിയായി, ഏകദേശം 300 ഇരട്ടിൻ്റെ മുകളിലായി. നമ്മൾ സാധനം വാങ്ങി വെക്കുന്നത് എന്തിനാണ്, നമുക്കൊരു സമയത്ത് അതുപോലെ നല്ല റിട്ടേൺസ് കിട്ടാനാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒരു അട്രാക്ഷനാണ് ഗോൾഡിലേക്കും സ്ഥലത്തിലേക്കൊക്കെ, ഗോൾഡ് ഉണ്ടെങ്കിലും സ്ഥലം ഉണ്ടെങ്കിലും ഒക്കെ. പക്ഷേ നമ്മളൊരു റിട്ടേൺസ് ബേസിൽ നോക്കുകയാണെങ്കിൽ അടക്കി ആനും തമ്മിലുള്ള മാറ്റമുണ്ട് ബിറ്റ് കോയിനും ഗോൾഡൊക്കെ തമ്മിൽ. ഈ ഒരു സാധനത്തിൽ കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനുള്ള ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ പോലെ തന്നെ മോറിസ് കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻ, സെയിം ടൈപ്പ് ഓഫ് കോയിനിൽ വരുന്ന വേറെ കോയിനാണ്. ഇപ്പം നമ്മുടെ ഇവിടെ കറന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇൻസിഡൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കൂട്ടുമ്പോൾ അടുത്ത് ഫസ്റ്റ് റണ്ണിങ്ങിൽ ആളുകളെല്ലാവരും നല്ല രീതിയിൽ ഫണ്ട് ഇട്ടു. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ കുറേ ഫ്രണ്ട്സ് ഇട്ടുണ്ട്. അതിലൊരു കറന്റ് നമ്മുടെ ഒരു ഫ്രണ്ട് 50,000 രൂപ കൊണ്ടുവന്ന് ഇട്ടു. അവൻ്റെ പെങ്ങടെ മീൻസ് അവൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടും ഈ ഒരു കമ്പനി സർക്കിളിൽ ഉണ്ടായിരുന്നു. അവനൊരു 50,000 രൂപ കൊണ്ടുവന്ന് ഇട്ടു.
ഓൻ 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് അതിൻ്റെ റിട്ടേൺസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവന് കുറച്ചുകൂടി ട്രസ്റ്റ് ആയി, കാരണം നല്ല രീതിയിൽ സാധനം വരുന്നുണ്ട്. ഇതേപോലെ കുറേ ആളുകൾ ഇടാൻ തുടങ്ങി. ഓൻ്റെ പെങ്ങടെ വീണ്ടും അടുത്ത കല്യാണം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടം കൊണ്ടുവച്ച് 1 ലക്ഷം രൂപ ഇന്ന് ഫണ്ട് എടുത്തു. ഇവൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കൊണ്ടും ഫണ്ട് അടിപ്പിച്ചു, കാരണം അവർക്ക് ട്രസ്റ്റ് ഉണ്ട് ഓൾറെഡി. ഈ സാധനത്തിലേക്ക് ഇവരെല്ലാവരും കൂടി കൊണ്ടുവന്ന് ഫണ്ട് ഇട്ടു. ഇതേപോലെ ഇതൊരു ഗ്രൂപ്പാണ്, ഒരു ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ്. ഇതേപോലെ പല ഗ്രൂപ്പുകൾ പല നാട്ടിൽ പല ഈ നമ്മുടെ നാടിൻ്റെ സെക്ടറിൽ തന്നെ സർക്കിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇയാളുടെ അക്കൗണ്ടിൽ ഇത്രയും ട്രാൻസാക്ഷൻ വന്നുകൊണ്ട് അക്കൗണ്ട് ഫ്രീസ് ആയിപ്പോയി. നമ്മുടെ നാട്ടിൽ കുടുംബത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റാണ്. അപ്പോൾ ഈ ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ അക്കൗണ്ടിൽ ഇട്ട ഫണ്ടൊന്ന് റിട്ടേൺസ് വരാൻ മീൻസ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഇപ്പുറത്തേക്ക് തിരിച്ചു കൊടുക്കാനുള്ള സാധനം അവരുടെ അക്കൗണ്ടിൽ ഇല്ലാതെ നാട്ടുകാർ മുഴുവനായി ലോക്കായി, കുറേ ആൾക്കാരുടെ ഫണ്ട് അതിൽ ലോക്കായി. സോ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആളുകളിലേക്ക് വരുമ്പോൾ ഇവർ എങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫണ്ട് ഇടും, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ല. കാരണം കറക്റ്റ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആപ്സ് നമ്മുടെ അക്കൗണ്ട്സ് നമുക്ക് ഫോണിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും, ഗ്രോ ആപ്പായിട്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് തേർഡ് പാർട്ടി അക്കൗണ്ട്സും ഇവരുടെകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ഇതിന് പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലില്ല. ഇന്നിപ്പോൾ ബിറ്റ് കോയിന് പല നാടുകളുടെയും ഇതേപോലത്തെ കോയിൻസ് പല നാടുകളുടെയും കറൻസി ആയിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇതിന് പ്രോപ്പർ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്താത്തത് കൊണ്ടാണല്ലോ ആളുകൾ ഇപ്പോഴും നെക്സ്റ്റ് ലെവലായിട്ട് ഗോൾഡിലേക്കും ലാൻഡിലേക്കും പോകുന്നത്. സോ അപ്പോൾ ഇതിനെ പോലത്തുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ട് എത്തുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വളർന്നു വരുന്ന എല്ലാവരോടും അല്ലെങ്കിൽ വേണ്ട ടോട്ടലി ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ, നിങ്ങളെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ബിറ്റ് കോയിനെ പറ്റി നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചോളി. ബിറ്റ് കോയിനെ പറ്റി പ്രോപ്പറായിട്ട് പഠിച്ചോളി, ബാക്കിയൊക്കെ വിടി. കാരണം നമ്മൾ വേറൊരാളെ കയ്യിൽ പൈസ കൊണ്ടുപോയിട്ട് അതിൻ്റെ റിട്ടേൺസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുക. പക്ഷേ ഈ ഒരു ബിറ്റ് കോയിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര സുതാര്യത ഉള്ള സംഗതിയാണ്. കാരണം അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. 21 മില്യൺ സപ്ലൈ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഓരോ ഹാൽവിങ്ങിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ബിറ്റ് കോയിൻ്റെ യൂസിങ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ A to Z പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഫിനാൻഷ്യലി ഒരു ചേഞ്ച് സംഭവിക്കും, 100% ഉറപ്പാണ്. ബൈ എക്സ്പീരിയൻസാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു സംഭവം, ഇതിൻ്റെ ഗ്രോത്ത് ഏത് ടൈം ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാലും ഒരു 1 ഇയർ ടൈം, ഇയർലി ഉള്ളതായിക്കോട്ടെ, 5 വർഷം കൂടുമ്പോഴായിക്കോട്ടെ, 10 വർഷം കൂടുമ്പോഴായിക്കോട്ടെ, ഒരു പതിറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇല്ലെങ്കിൽ ഒരു അസറ്റാണ് ബിറ്റ് കോയിൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മളെ നാട്ടിൽ അത് അറിയപ്പെടുന്നില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നില്ല. എന്തിനാ നമ്മൾ വേറെല്ലാം ആൾക്കാരുടെ അടുത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത്? നമ്മൾ ചിരിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്ത പൈസ കരഞ്ഞാലും കിട്ടാത്തൊരവസ്ഥയ്ക്ക് മാറും. നമ്മൾ നമ്മളെ വാലറ്റിൽ നമ്മളെ സീക്രട്ട് ഫേസ് യൂസ് ചെയ്ത് നമ്മളെ പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുകയാണ് വിൽക്കണം, നിങ്ങൾക്ക് തോന്നുകയാണ് വാങ്ങണം, നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് വിൽക്കണം, എന്തും ചെയ്യാം. എന്തിനാ നമ്മൾ വേറെ ലോടത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം? അതിനെപ്പറ്റി പഠിച്ചാൽ പോരെ. ഇനി ഇവിടെ ലീഗലി നമുക്ക് അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം എന്ന് പറയുന്നത് അതിനായിട്ടുള്ള പരിചയമില്ല എന്നുള്ളത്. അതെ, അത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ അപ്പുറത്ത് അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേണ്ട കാര്യം. പിന്നെ ഞാൻ ഒരിക്കലും ആർക്കും ഫിനാൻഷ്യൽ അഡ്വൈസ് 100% ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കലില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായൊരു സംഭവം, നിങ്ങൾ ഇതേപോലെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിട്ടേൺസ് കിട്ടുവാടാ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആരെങ്കിലും ഇട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് നല്ല ഹാപ്പിനെസ് കിട്ടി. സെക്കൻഡ്, ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അവർക്ക് അതിൽ ലോസ് വന്നപ്പോൾ നിങ്ങളെ അടുത്ത് റിയാക്ട് ചെയ്തിട്ട് വല്ല ഇൻസിഡന്റ് ഉണ്ടോ? എന്താ സംഗതി വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള പരിപാടി, നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ അത് ആരോടെങ്കിലും പറയണം. ജീവിതത്തിൽ ഒരു 100 വട്ടം തീരുമാനം എടുക്കും, ഇനി പറയില്ല എന്ന അനുഭവം കൊണ്ട്. പക്ഷെ പറഞ്ഞു പോകും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ, അത് ബിസിനസ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, പ്രോഫിറ്റാണ് കിട്ടണമെങ്കിൽ നാസി ഉയരേ കാരണം. മനസ്സിലായോ? പക്ഷേ 10 തവണ പ്രോഫിറ്റ് കിട്ടി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പിന്നെ അങ്ങോട്ടൊരു ലോസ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നഷ്ടം വന്നു എന്ന് വിചാരിക്കുക, പിന്നെ ആ ഉയരേ ഒരു അക്ഷരമായിട്ടില്ല ഐരായിട്ട് മാറാണ്. ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഇന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണം, ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ എടുത്ത് കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ ട്രാഫിക്കിലൂടെ പോണ സമയത്തുണ്ടല്ലോ, സൈഡ് മിറർ ഉണ്ടാവുമല്ലോ. നമ്മൾ ബൈക്കിലാണ് പോണത്, അപ്പോൾ ഒരു കാറിൻ്റെ സൈഡ് മിറർ ഇങ്ങനെ എന്തായിട്ട് നിൽക്കുന്നുണ്ട്, ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഉപകാരം ചെയ്യണമല്ലോ, കാരണം ക്ലോസ് ആയിട്ട് നിൽക്കുന്നതല്ലേ.
അപ്പം നമ്മൾ വണ്ടി കൊണ്ട് പോയിട്ട് സ്റ്റാൻഡ് തട്ടിയിട്ട് എന്ത് ചെയ്യാണ്, വലിയ ഉപകാരമല്ലേ, ഗ്ലാസ് തുറക്കുന്നു, ഗ്ലാസ് നേരെ കയ്യിലേക്ക് പോരുന്നു, പിന്നെ ആ ഗ്ലാസ് വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയ്ക്കാണ് പോകുന്നത്. സാധനം കിട്ടിയോ? പക്ഷെ നമ്മൾ എത്ര അത് നമ്മൾ ക്യാരക്ടറിലുള്ള സാധനമാണെങ്കിൽ നമുക്ക് എത്ര അടി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പുതിയൊരു സംഗതി വരുമ്പോൾ നമ്മൾ ചെയ്യും. എത്ര തീരുമാനം എടുത്താലും ഞാൻ ഇപ്പോൾ ആ തീരുമാനം എടുക്കുന്നതാണ് നിർത്തി, അതല്ലാതെ മറ്റേത് എന്തായാലും നമുക്ക് നിർത്താൻ കഴിയില്ല. നമ്മൾ ചെയ്യൂല എന്നുള്ള കാര്യം എന്തായാലും നിർത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് അത്. ഞാൻ പ്രത്യേകിച്ച് മലപ്പുറംകാർക്കൊക്കെ ഒരു സ്വഭാവമാണ്. നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോകണ നേരത്തെ ഓപ്പോസിറ്റ് പോകണ വെച്ചാൽ അതിന്റെ സ്റ്റാൻഡ് കുറച്ച് താന്നുകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ സ്പീഡ് ചിലപ്പോൾ 100-110 വരെ പിന്നാലെ പോയിട്ടാണെങ്കിലും പറയാം അതിന്റെ സ്റ്റാൻഡ് ഒന്ന് താന്നുക, ഡോർ അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ത്വര കാണിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മലപ്പുറംകാർ. 100% ഉണ്ടാവും. പക്ഷെ അത് ഗുണത്തിലേറെ ദോഷമാണ്. ഗുണത്തിലേറെ ദോഷം മീൻസ് നമുക്ക് നമ്മൾ കണ്ട ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതല്ല അവർ കാണാം. അവർ കണ്ട വ്യൂ അതിൻ്റെ പോസിറ്റീവ് മാത്രമാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഞാനൊരു കല്യാണം റെഡിയാക്കി കൊടുത്തു. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ടും വേറെ ഒരു പെണ്ണും തമ്മിലുള്ള കല്യാണം റെഡിയാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ അവർക്ക് നല്ലൊരു പ്രോപ്പർട്ടി സെറ്റാക്കി കൊടുത്തു. ഇത് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കാർ എടുത്ത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പേഴ്സണലി നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? അവരെ സന്തോഷം കാണുമ്പോഴുള്ള സന്തോഷം മാത്രമാണ്. പക്ഷെ അവർ 10-20 കൊല്ലം അടിപൊളിയായിട്ട് ജീവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ നമ്മളോട് പറയും ഇജ് റെഡിയാക്കി തന്ന കല്യാണം കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് പോകുന്നതെന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു ചൊറ ഉണ്ടാക്കി തന്നാൽ അപ്പോൾ പറയുന്നത് എന്നെ കൊണ്ട് കിട്ടിയതല്ലേ. 100%. അപ്പോൾ നമ്മളത് കണ്ടിട്ടാണോ അവരേതാക്കി കൊടുത്ത്? നമുക്കൊരിക്കലും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ പാസ്റ്റിൽ നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഒരാളോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പാസ്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ക്രൂശിക്കുക അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ അത് വെച്ചിട്ട് നമ്മളെ കാണുക അല്ലെങ്കിൽ അതുമ്മ നമ്മളെ നോവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഉള്ളിലേക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് കുടുംബമായാലും കൂട്ടുകാരായാലും ആരായാലും. പിന്നെ അവർക്ക് അറിയാം ശരിക്കും എന്താ സംഭവിച്ചത് അതിൽ നിന്ന്, പക്ഷെ എന്നാലും അവരത് കാണൂല. കാരണം അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അത് വേഗം നമ്മളെ മേത്തേക്ക് ഇട്ടിട്ട് അതിലൊരു ഹാപ്പിനെസ് കാണും. എൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് അവനാക്കിയതുകൊണ്ടാണെന്ന് പറയും. സ്വയം പ്രശ്നക്കാരനാവാതിരിക്കാനാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു എൻഡിങ്ങിലേക്ക് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ ഈ ട്രയൽസിന് വേണ്ടിയിട്ട് ഇനി പോവില്ല എന്ന് പറഞ്ഞ കുട്ടീന്റെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചിട്ട് അവസാനം അവള് കൊണ്ട് ട്രയൽസിന് ഇറങ്ങിയ ഇല്ല, അത് ഡിവോഴ്സായി. അതെ, അത് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ള ലെവലായി. ഞാൻ ഇടപെട്ടുകൊണ്ട് മാത്രമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ഒരാൾ നമ്മളെ വീട്ടിൽ വന്നിട്ടേ നിരന്തരമായിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകില്ല. മനസ്സിലായി? അപ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു അവരെ പേരൻസിന് തന്നെ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞ് ഇതാക്കുക ഒരു സ്വസ്ഥത അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റും ഇല്ലെങ്കിൽ എക്സസൈസും വർക്കൗട്ടും ഒന്നും ഇല്ലാതെ ഒരു പെൺകുട്ടി 12 കിലോ 3 മാസം കൊണ്ടും 4 മാസം കൊണ്ടും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഹൈ ടെൻഷനാണ്. ഇനിയും അതവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ആ കുട്ടി എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യും. അതിലേറെ നല്ലത് വീട്ടിൽ നിന്നോട്ടെ, ആ കുട്ടീനെ മരിക്കോളം കാണുമെങ്കിലും ചെയ്യാമല്ലോ അതിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും. അതാണ് സംഭവിച്ചത്. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഹാപ്പി എൻഡിങ് പറയുന്നത്. ഇങ്ങനെയാണ് എൻ്റെ. ഇതിലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ട്. അതായത് അവർക്ക് അവളുടെ ലൈഫിലേക്കുള്ള ട്രാവൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിൽ ആ ഹസ്ബൻഡിൻ്റെ പാരൻസിനെ മാത്രം പറഞ്ഞാൽ പോരാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം ഡോക്ടറെ പ്രപ്പോസലാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിൻ്റെ പ്രൊഫഷൻ വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കെട്ടിച്ചു കൊടുത്തത് ആരാ? പാരൻസാ. ഈ കുട്ടി എന്ന് പറഞ്ഞതാണ് എന്ത്, ഈ ഡോക്ടറിൻ്റെ ഫാമിലി പറഞ്ഞിരുന്നു ഞങ്ങൾ കളിക്കാനും കാര്യത്തിനൊന്നും വിടൂല കേട്ടോ എന്ന്. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറയേണ്ടിയിരുന്നു. പക്ഷെ അന്നെന്താ പാരൻസ് നോക്കെന്താ എൻ്റെ കുട്ടീനെ നല്ലൊരു ഡോക്ടർ ലെവലിലേക്ക് കെട്ടിച്ചില്ല എന്നുള്ളതാണ്. അപ്പം എന്തായത്? ബിഗില് സിനിമയിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നേരെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബിറ്റ് കോയിനിൽ എങ്ങനെ ഫണ്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാട്ടോ. അതേപോലെ തന്നെ ലൈഫിൽ എങ്ങോട്ടൊക്കെ പോകണം, എന്തിനൊക്കെ കണക്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറഞ്ഞ നേരം കൊണ്ട് ചെറുതായിട്ട് ക്യാപ്സ്യൂൾ സൈസിൽ നമുക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആസി. സോ നമുക്ക് ഇതേപോലെ സംസാരിക്കുന്ന ആക്ച്വലി ഇവിടെ നമ്മളെ പദ്ധതി എന്ന് പറയുന്നതേ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അവർക്ക് എന്താണോ പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പറയാൻ എന്താണുള്ളത് അത് കേൾക്കുക. MR സ്പീക്സ് എന്ന് പറഞ്ഞാൽ അങ്ങക്ക് സംസാരിക്കാനുള്ളൊരു സ്ഥലമാണ്. അതിന്ന് നമുക്ക് നമ്മുടെ ആളുകൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിന്ന് വേണ്ട രീതിയിൽ മാറ്റണം. പക്ഷെ ഒരു കാര്യം കൂടി കേട്ടോ, ഇപ്പോൾ ഞാനങ്ങനെ കുറേ വലിയ പോപ്പുലറോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതിയൊന്നുമില്ല, ഒരു അറ്റൻഷൻ കിട്ടുന്ന സംഗതിയൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഇതേപോലുള്ളൊരു സിറ്റിങ്. നമ്മളെ മനസ്സിലുള്ള കാര്യം നമ്മളോടൊരാൾ ചോദിച്ചിട്ട് നമ്മളത് പറയുന്ന ഒരു വേദിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിളിച്ച സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രചോദനം തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യം കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഞാൻ 4-5 മാസമായിട്ടുള്ളൂ ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തുക എന്നുള്ളതൊക്കെ അതിനൊക്കെ ഒരു കണക്കുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബൂസ്റ്റിങ് കിട്ടാൻ ഇങ്ങനത്തെ ഒരു സിറ്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ഇരുത്തൂല എന്നല്ല കേട്ടോ പറയണത്. ഇത് ആക്ച്വലി എന്താ പറയാ, ഒരാളും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആളും ഇവിടെ വന്നിരിക്കും, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത ആളും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കും. അയാൾക്ക് പറയാൻ നല്ല കുറച്ച് കഥകൾ ഉണ്ടായാൽ മതി. അയാളുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായാൽ മതി. അതാണ് ഇവിടുത്തെ ഒരു പാരാമീറ്റർ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കും കേട്ടോ. ഒരു ചെറിയൊരു കാര്യം കൂടി ഇതിൻ്റെ മുമ്പ് പറയട്ടെ. ഇതെന്താരോ ഈ പറയുന്ന കാര്യക്കാരൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആകുക. അതായത് ഇപ്പം മലപ്പുറം ജില്ലയിലെ എന്നല്ല, കേരളം എന്നല്ല, ഇന്ത്യ മൊത്തം ഫുട്ബോളിൻ്റെ പിന്നാലെ ഓടുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ. അതായത് എത്തിപ്പിടിക്കണം. അപ്പോൾ എനിക്ക് ഈ മക്കളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലുള്ളൊരു ഫീൽഡാണ്. പഠിക്കാതെ പോരുത് മീൻസ് പഠനവും ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോലും നിർബന്ധമാണ്. ഓക്കെ. പിന്നെ ഈ ഒരു ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ഒരു റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാനൊരു അസൈൻമെൻറ്റ് ഒരു സെമിനാർ സബ്മിറ്റ് ചെയ്യാൻ പോകുക എന്നുള്ളത്. അതിലെൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു സംഗതി സബ്മിറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്നാണ് ഒരു വേൾഡ് കപ്പ് കളിക്കുക, അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ടോ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ കളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ കളിക്കണം. എത്ര കാലമാണ് നമ്മൾ ബ്രസീലിൻ്റെ ഫാനാണ്, അർജൻറ്റീനയുടെ ഫാനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാനാണെന്ന് പറയാൻ ആഗ്രഹം. നല്ലപോലെയുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിലുള്ള ഏറെ ആൾക്കാരൊക്കെ ഉണ്ടാവുക. പക്ഷേ അത് നമുക്ക് വളരെ ദൂരത്താണെന്ന് സ്വയം വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ്? അതാണ് ഇതിൻ്റെ റിസർച്ചിങ്ങിൻ്റെ കാര്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ബേസിക്കലി ഞാനൊരു ഫുട്ബോൾ പ്രേമിയല്ല, ഫുട്ബോൾ കളിക്കാരനും അല്ല, അങ്ങനത്തെ ഒന്നുമല്ല. പണ്ട് മുതൽ അവിടെ ഇവിടെയൊക്കെ കേട്ടുള്ള ഒരു സാധനമുണ്ട്, നമ്മളുടെ ആളുകൾക്ക് എന്താ പറയുക ഇന്റർനാഷണൽ പിച്ചിൽ കളിക്കാനുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള ആ സ്പേസിങ് ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ബൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, മീൻസ് അത് അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. പൊതുവായിട്ട് എല്ലാവരും പറഞ്ഞ കാര്യമാണ് എന്താ അറിയോ, ഇവിടെ കുട്ടികൾക്ക് ഗ്രൗണ്ട് ഇല്ല, ഫോറിൻ കോച്ചസ് ഇല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും അങ്ങനത്തെ സംഗതികളില്ല എന്നുള്ളത്, ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്നുള്ളത്, പണമുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ പണമില്ലാത്ത ആൾക്കാരൊക്കെ പാടത്ത് കളിച്ചു കിടക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊരു തെറ്റായ ധാരണ. ഇതൊന്നല്ല ഇതിന്റെ കാരണം. ഓക്കെ അല്ലേ? അതായത് ഈ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാരണങ്ങളൊന്നല്ല നമ്മളൊരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇപ്പം അടുത്ത് ഒരു ആക്ടർ പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, എന്തിനാ സൈൻ തീറ്റ പഠിച്ചത്, എന്തിനാ കോസ് തീറ്റ പഠിച്ചത്, എന്തിനാ അതൊക്കെ പഠിച്ചതൊന്നും ആവശ്യമില്ല എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കുറേ ചിരിച്ചു. പക്ഷെ അയാൾ പറഞ്ഞ കാര്യമുണ്ട്, ഇവിടെ വന്നിരുന്നിട്ട് അത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പഠിച്ച സാധനം എന്താണോ അത് അപ്ലൈ ചെയ്യേണ്ട ജോബിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ എന്താ അറിയുള്ളൂ, വാല്യൂ അറിയുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ടീം ഫുട്ബോൾ അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കൂല, അല്ലെങ്കിൽ അതൊക്കെ ചാൻസ് കുറവാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഗ്രൗണ്ട് ഇല്ലാത്തതോ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ട്രെയിനിങ് ഇല്ലാത്തതോ ഫോറിൻ കോച്ചസ് ഇല്ലാത്തതോ അല്ല. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താ അറിയോ, നമ്മളെ ജീനിന് പരിമിതി ഉണ്ട്. നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള നമ്മളെ ജീനിന് പരിമിതി ഉണ്ട്. ഇപ്പം ജമൈക്ക, ഉസൈൻ ബോൾട്ടും ടീംസും ഒക്കെ ഓട്ടത്തിൽ എന്തുകൊണ്ടാണ് അവരെ ജീനിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഇതിൽ മെയിൻ പാർട്ടാണ്. ഫുട്ബോളിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 1995 ശേഷം ഇങ്ങോട്ട് ഓക്കെ ഈ ഒരു 10-27 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 10-25 വർഷക്കാലം എന്താണ് ഫുട്ബോളിന് ഭയങ്കര അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മൊത്തം. ആ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഗതികൾ ഫോറിൻ കോച്ചസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ റാങ്കിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 1995-97 കാലഘട്ടത്തിൽ നമ്മൾ 96-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 2025 നമ്മൾ നടക്കുന്നത് 127-125 റാങ്കിലാണ്. എന്താ സംഭവിച്ചത്? ബാക്കോട്ടാണ് പോയത്. ഇത്രയും ബൂസ്റ്റിങ് ചെയ്തിട്ടും ബാക്കോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. പരിധിയുണ്ട് മീൻസ് നമ്മളെ ജീനിനൊരു പരിധിയുണ്ട്. ആ ജീനിൻ്റെ പരിധിൻ്റെ മേലെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയോ, ഒരു ISL കളിക്കുന്ന സമയത്ത് ഫോറിൻ പ്ലെയേഴ്സ് വരുന്നുണ്ടല്ലോ, ആ വരുന്ന പ്ലെയേഴ്സിൻ്റെ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചപ്പോൾ അവർ ഒരു മെജോറിറ്റി 99% അത്ര വലിയ പ്ലെയേഴ്സൊന്നുമല്ല. ഓല നാട്ടിലെ ഒരു ആവറേജ് പ്ലെയേഴ്സാണ്. ആ ആവറേജ് പ്ലെയേഴ്സിനെ
ഇവിടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്ലേയേഴ്സ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാമിനയിലുള്ള മാറ്റവും ആ ഒരു ക്വാളിറ്റിയിലുള്ള മാറ്റവും ശരിക്കും നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ആരും പുച്ഛിക്കല്ല, നമ്മൾ മനസ്സിലായ കാര്യം ഒരു റിസർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് ഇതിൽ നിന്ന് കണക്ട് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ആക്ച്വലി സുഡാനി ഫ്രം നൈജീരിയ. യെസ്. ഓക്കെ, അവിടുത്തെ ലോക്കൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കളിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഹൈ ക്ലാസ് പ്ലേയേഴ്സ് ആണ് അവര്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്റ്റാമിന ഉണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് സ്റ്റാമിന കുറവാണ്. സ്റ്റാമിനന്റെ അപ്പുറത്ത് ഒരു ടൈപ്പ് ഓഫ് സാധനം ആണ്. അപ്പോൾ ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ സാധനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ജനറ്റിക്കലി അതിനുള്ളൊരു കഴിവുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി അതിൽ കുറച്ച് കുറവാണ്. സോ അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നൊരു സംഭവം. അത് മാത്രല്ല, മെസ്സിന്റെ കുട്ടിയൊക്കെ 3 മാസം പ്രായമായ സമയത്ത് അവിടെ അക്കാദമിയിൽ ചേർന്നിട്ടുണ്ട്. 3 മാസം പ്രായം. അപ്പൊ ആലോചിച്ച് നോക്കി. അപ്പൊ അവിടെ കളിയൊന്നും ആവൂല, സ്ക്രീനിലൊക്കെ ഫുള്ള് കളിൻ്റെ സംഗതികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെ ബോളുകൾ കാര്യങ്ങൾ മെന്റലി ആ ഒരു കണക്ഷൻ കൊടുത്ത് അത് ഇമ്പ്രൂവ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ നാട്ടിലൊരു നാടൻ ശൈലി ആദ്യം കാലുമുക്ക് കയറ്റി വെക്കും, എന്നിട്ടാണ് നമ്മൾ പ്രൊഫഷണലി ഇറങ്ങുക. പിന്നെ ഈ ശൈലി എന്ത് കാട്ടി കഴിഞ്ഞാലും മാറുന്നതിനൊരു പരിധി ഉണ്ട്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ, ആ സെയിം പാറ്റേൺ ആണ്. സോ എപ്പോഴും ഒരു സെക്കൻഡ് പ്ലാൻ സെറ്റ് ആക്കിയിട്ട് വേണം ഇതിൽ നിൽക്കാൻ. അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു സാധനമാണ്. അതായത് ഇന്ത്യക്കാരുടെ കപ്പ് ഓഫ് ടീയിൽ ഉള്ളതല്ല ഫുട്ബോൾ നാഷണൽസ്. ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള കളി എന്ന് പറയുന്നത് പരിധി ഉണ്ട്, ഒരിക്കലും പറയാൻ പറ്റൂല. പരിധി ഉണ്ട് എന്നുള്ളത് മാത്രം. നല്ല നല്ല പ്ലേയേഴ്സ് നാട്ടിലുണ്ടല്ലോ, അപ്പോൾ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ജീനിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു പോരായ്മയാണ്. അതെ. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങളുടെ പേപ്പർ വർക്ക് നടന്നത്. അതെ 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 അല്ലേ? അതെ. ഓക്കെ, നൈസ്. സോ എനിവേ കണ്ടതിലും സന്തോഷം, കൂടുതൽ ഇരുന്ന് സംസാരിച്ചതിലും സന്തോഷം, മറ്റുള്ള ആളുകൾക്ക് ഇതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ വളരെ സന്തോഷം. ഓക്കെ. സോ നമുക്ക് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ടാറ്റ. എല്ലാവരും